ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ലിൻസ സിറാജ്. 1 കോടി വീടുകളിൽ പുരപ്പുറ സൌരോർജ്ജ പദ്ധതി സ്ഥാപിക്കുന്നതിനുള്ള പ്രധാനമന്ത്രി സൂര്യ ഘർ മുഫ്ത് ബിജ്ലി യോജനയ്ക്ക് കേന്ദ്രമന്ത്രിസഭായോഗം അംഗീകാരം നൽകി. ഇതിനായി 75,021 കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്നതായി മന്ത്രിസഭായോഗത്തിന് ശേഷം മന്ത്രി അനുരാഗ് സിംഗ് ഠാക്കൂർ പറഞ്ഞു. ഈ പദ്ധതിയിലൂടെ ഓരോ വീടിനും 300 യൂണിറ്റ് വരെ വൈദ്യുതി സൌജന്യമായി ലഭിക്കും. ഈ വർഷത്തെ ഖാരിഫ് സീസണിൽ ഫോസ്ഫറസ്, പൊട്ടാഷ് വളങ്ങൾക്ക് സബ്സിഡി നൽകാനും കേന്ദ്രം തീരുമാനിച്ചു. മാർജാര വർഗ്ഗത്തിൽപ്പെട്ട വലിയ ജന്തുക്കളുടെ സംരക്ഷണത്തിനായി ഇന്ത്യ ആസ്ഥാനമായി ഇന്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസ് സ്ഥാപിക്കും. 2027-28 വരെയുള്ള 5 വർഷത്തേക്ക് 150 കോടി രൂപയുടെ ഒറ്റത്തവണ ബജറ്റ് പിന്തുണയ്ക്കും ഇന്ന് ചേർന്ന കേന്ദ്രമന്ത്രിസഭായോഗം അംഗീകാരം നൽകി. 3 പുതിയ അർദ്ധചാലക നിർമ്മാണ യൂണിറ്റുകളുടെ നിർമ്മാണത്തിനും അംഗീകാരം നൽകി. 2023-24 സാമ്പത്തിക വർഷത്തിലെ 3ാം പാദത്തിൽ രാജ്യത്തെ മൊത്ത ആഭ്യന്തര ഉൽപ്പാദനം 8.4% എന്ന വളർച്ച കൈവരിച്ചു. 140 കോടി ഇന്ത്യക്കാരെ മെച്ചപ്പെട്ട ജീവിതത്തിലേക്ക് നയിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ ശ്രമങ്ങളുടെ പ്രതിഫലനമാണിതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചു. രാജ്യത്തെ കൽക്കരി ഉൽപ്പാദനം കാര്യക്ഷമമാക്കുന്നതിനായി തയ്യാറാക്കിയ കൽക്കരി ലോജിസ്റ്റിക്സ് രൂപരേഖയും നയവും കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി ന്യൂഡൽഹിയിൽ പുറത്തിറക്കി. ആത്മനിർഭർ ഭാരത് കാഴ്ചപ്പാടിനനുസൃതമായി 2030 കൽക്കരി മേഖലയിൽ രാജ്യം സ്വയം പര്യാപ്തത നേടുമെന്ന് അദ്ദേഹം പറഞ്ഞു. കേരള നിയമസഭ പാസാക്കി ഗവർണർ രാഷ്ട്രപതി ഭവൻ അയച്ച 7 ബില്ലുകളിൽ 1 മാത്രം രാഷ്ട്രപതിയുടെ അംഗീകാരം. രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് അയച്ച 3 ബില്ലുകൾക്ക് അനുമതി ലഭിച്ചില്ല. ഗവർണറെ സർവകലാശാലകളിലെ ചാൻസലർ പദവിയിൽ നിന്ന് ഒഴിവാക്കുന്ന കേരള സർവകലാശാല നിയമങ്ങൾ ഭേദഗതി ബിൽ ഭേദഗതി 2/2022, സർവകലാശാല നിയമങ്ങൾ ഭേദഗതി ബിൽ 2022, യൂണിവേഴ്സിറ്റി നിയമങ്ങൾ ഭേദഗതി ബിൽ 2021 എന്നിവയ്ക്ക് രാഷ്ട്രപതി അനുമതി നൽകിയില്ലെന്ന് രാജ്ഭവൻ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. മറ്റ് 3 ബില്ലുകൾ രാഷ്ട്രപതിയുടെ പരിഗണനയിലാണ്. ലോകായുക്ത ബില്ലിനാണ് രാഷ്ട്രപതി അംഗീകാരം നൽകിയത്. ലോകായുക്ത നിയമ ഭേദഗതി ബില്ലിന് അംഗീകാരം ലഭിച്ചത് സർക്കാരിന്റെ നേട്ടത്തിനപ്പുറം ഭരണഘടനയുടെയും ജനാധിപത്യത്തിന്റെയും വിജയമെന്ന് മന്ത്രി പി രാജീവ്. സംസ്ഥാന നിയമസഭ വിശദമായി ചർച്ച ചെയ്ത് പാസാക്കിയ ഒരു ബില്ല് അന്ന് തന്നെ ഗവർണർ ഒപ്പുവെക്കേണ്ടതായിരുന്നു എന്ന് മന്ത്രി വാർത്താലേഖകരോട് പറഞ്ഞു. ലോകായുക്ത നിയമ ഭേദഗതി ബിൽ അംഗീകരിച്ചുകൊണ്ടുള്ള രാഷ്ട്രപതിയുടെ തീരുമാനം ദൌർഭാഗ്യകരമെന്ന് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം രമേശ് ചെന്നിത്തല. ഇതോടുകൂടി ലോകായുക്ത നിയമം തന്നെ അക്ഷരാർത്ഥത്തിൽ ഇല്ലാതായിരിക്കുകയാണെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. CPIM നേതാവ് പി ജയരാജനെ വധിക്കാൻ ശ്രമിച്ച കേസിൽ ഒരാളൊഴികെ 8 പ്രതികളെ ഹൈക്കോടതി വെറുതെ വിട്ടു. തെളിവുകൾ ഹാജരാക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് വിധി. 2ാം പ്രതിയായ ചിരിക്കണ്ടോത്ത് പ്രശാന്ത് കേസിൽ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തി. എങ്കിലും വിചാരണ കോടതി വിധിച്ച ഇയാളുടെ ശിക്ഷ 10 വർഷത്തെ കഠിന തടവിൽ നിന്ന് 1 വർഷത്തെ വെറും തടവായി കുറച്ചു. വയനാട് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാന പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകി. സംഭവത്തിൽ ഉൾപ്പെട്ട പ്രതികൾക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കാനും മുഖ്യമന്ത്രി ഉത്തരവിട്ടു. സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറി അധ്യാപകരുടെ സ്ഥലം മാറ്റ ഉത്തരവിനെതിരെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റെ സ്റ്റേ നീക്കണമെന്നാവശ്യപ്പെട്ട് സർക്കാർ സമർപ്പിച്ച ഹർജിയിൽ ഇടപെടാൻ ഹൈക്കോടതി വിസമ്മതിച്ചു. പരാതിയുള്ളവർക്ക് ട്രൈബ്യൂണലിനെ സമീപിക്കാവുന്നതാണെന്ന് കോടതി പറഞ്ഞു. ഇക്കാര്യത്തിൽ സർക്കാർ സമീപിച്ചാൽ 10 ദിവസത്തിനകം തീരുമാനമെടുക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. ഉന്നത വിദ്യാഭ്യാസ മേഖലയെ സമൂലമായി പരിഷ്കരിച്ചും വ്യത്യസ്ത മേഖലകളിലുള്ള മികവിന്റെ കേന്ദ്രങ്ങൾ ഒരുക്കിയും ഗവേഷണ സ്ഥാപനങ്ങളും വ്യവസായ സ്ഥാപനങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വ്യത്യസ്ത മേഖലകളിൽ തൊഴിലെടുത്തുകൊണ്ടിരിക്കുന്നവരെ ഈ മുന്നേറ്റത്തിന്റെ ഭാഗമാക്കും. തൊഴിൽ മേഖലയിലുള്ളവരുമായി കൊല്ലത്ത് നടത്തിയ മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് വാക്സിനേഷൻ ശക്തിപ്പെടുത്തുന്നതിന് ആരോഗ്യവകുപ്പ് മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയതായി മന്ത്രി വീണ ജോർജ്. പല വാക്സിനുകൾ ഒരുമിച്ച് കൈകാര്യം ചെയ്യുമ്പോഴുള്ള പിഴവുകൾ ഒഴിവാക്കാനും വാക്സിനേഷൻ പ്രക്രിയ സുഗമമാക്കാനും വേണ്ടിയാണ് വാക്സിനേഷൻ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയത്. പ്രതിരോധ കുത്തിവയ്പ്പുകൾ നൽകുമ്പോൾ ആരോഗ്യ പ്രവർത്തകർ അനുവർത്തിക്കേണ്ട നടപടിക്രമങ്ങളും പ്രോട്ടോകോളും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് മാർഗനിർദ്ദേശങ്ങൾ തയ്യാറാക്കിയത്. സംസ്ഥാനത്തെ സർക്കാർ നിയമനങ്ങളിൽ ഭിന്നശേഷിക്കാർക്കായി ഏർപ്പെടുത്തിയിരിക്കുന്ന 4% സംവരണത്തിൽ സഹകരണ സ്ഥാപനങ്ങളെ കൂടി ഉൾപ്പെടുത്തിയതായി മന്ത്രി ആർ ബിന്ദു. സർക്കാർ പുറപ്പെടുവിച്ച ഉത്തരവിൽ സഹകരണ സ്ഥാപനങ്ങളെ ഉൾപ്പെടുത്താത്തത് സംസ്ഥാന PSC ശ്രദ്ധയിൽപ്പെടുത്തിയതിനെ തുടർന്നാണ് നടപടി. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിനു കീഴിൽ കണ്ണൂർ സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ കാസർഗോഡ് ചേർക്കളയിൽ സംഘടിപ്പിക്കുന്ന 5 ദിന സംയോജിത ആശയവിനിമയ ബോധവൽക്കരണ പരിപാടി നാളെ സമാപിക്കും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.